സഭയെ മെനഞ്ഞ പിതാക്കന്മാർ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ആ കൂട്ടത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ട 3 പേരെ ദൈവം തിരഞ്ഞെടുത്തുന്ന അഭിഷേകം ചെയ്ത് നമുക്ക് പിതാക്കന്മാരായി തന്നിരിക്കുന്നത്. നമുക്കിവരെ കൂടുതലായി സ്നേഹിക്കാം. അവരുടെ ജീവിതകാലവും പ്രവർത്തന മേഖലയും വൈവിധ്യമാർന്ന അതാണ്. എന്നാൽ അവരുടെ ശുശ്രൂഷ മൂലം സഭകൾ നന്നായി കർത്താവിനെ മനസ്സിലാക്കുന്നതിനും കർത്താവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതിനും സാധിക്കും. ദൈവകൃപ ഇവരേറെ അനുഭവിപ്പാൻ ദൈവമേ കർത്താവെ തുണയ്ക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ബലത്തിൽ അവർ അനുഗ്രഹീത ശുശ്രൂഷ ചെയ്യുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം അവർക്ക് തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാധാരണ പിള്ളേരെല്ലാം പള്ളി വിട്ടുപോകുന്നു, സഭ വിട്ടുന്ന് പോകുന്നപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ യൗവനക്കാരായ നിങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ഐ താങ്ക് മൈ ഗോഡ് ഫോർ ദ യൂത്ത് ഓഫ് ദിസ്. നിങ്ങളാണ് ഈ സഭയുടെ ബലം. പിടിച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം, ഫെയ്ത്തിൽ നന്നായി പിടിച്ചിരിക്കണം. യേശു അല്ലാതെ ഒരു രക്ഷകനില്ല എന്നും യേശു അല്ലാതെ ഒരു ദൈവമില്ല എന്നും യേശു അല്ലാതെ ഒരു കർത്താവില്ല എന്നും ഉറച്ചിരിക്കണം. ബി സ്ട്രോങ് ഇൻ യുവർ ഫെയ്ത്ത്. പിടിച്ചു നിൽക്കണം. ഈ കാലം ദുഷ്കാലമാണ്. അവിടെ അകന്നു പോകാവുന്ന പല മേഖലകളുണ്ടാവും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വൈദികരോട് ചേർന്ന്, നിങ്ങളുടെ പള്ളിയോട് ചേർന്ന്, നിങ്ങളുടെ പള്ളിയെ സ്നേഹിക്കുകയും കർത്താവിൽ നല്ല മക്കളായി വളരുകയും ചെയ്യണം. കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം എബവ്. അതുകൊണ്ട് ദൈവം സമ്മാനമായി തന്ന ഈ ആയുസ് നന്നായി ജീവിപ്പാൻ, അനുഗ്രഹീതമായ പ്രവർത്തനം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഈ എക്യുമെനിക്കൽ ബന്ധത്തിൽ വളരുന്നതോടൊപ്പം തന്നെ നിങ്ങളും സ്ട്രോങ് ആകണം. ഒരു കൊച്ചു കാര്യം കൂടെ പറയട്ടെ. ഇവിടെയുള്ള എല്ലാ മർത്തമുകാരും ഒന്നിച്ച് നിൽക്കണം. ഒരു വിഭാഗീയതയോ പ്രശ്നമുണ്ടാക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. ഒന്നായി പോകാം. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ കാര്യം വാത്സല്യമുള്ളവരെ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അന്ന് പിതാക്കന്മാർക്കെല്ലാം ആശംസകളും. Thank you, Tirumeni, for gracing us with your insightful words and enlightening us with your wisdom. We are truly honored by your presence today. Now, we are about to commence our event by lighting the lamp, a symbolic moment that signifies the dispelling of darkness and igniting of thought and enlightenment. I cordially request all bishops, vicars, general convener, center office bearers, all joint general conveners and conveners to do the honors.